ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ട്രിവാൻഡ്രം സ്റ്റൈൽ ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഈ നെത്തോലി മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വറ്റിച്ച് വയ്ക്കും. അതിന് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നെത്തോലി അവിയലെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു അയലമീൻ കറിയും ബീട്രൂട്ട് തോരനും ഈ ഒരു അയലമീൻ തന്നെ പൊരിച്ചതും അതിൻ്റെയൊക്കെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തരയ്ക്കാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചെടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷം 10-15 ചെറിയുള്ളി തൊലി കളഞ്ഞ് എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. അതും പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു കൈപ്പിടി നിറച്ചും 2-3 തണ്ട് കറിവേപ്പില അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ ഒരു 4 മീൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു തേങ്ങ ഒന്ന് വറുത്ത് അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം. ഇത് ഈ ഒരു പാകം എത്തുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അല്ല, ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറിന് നല്ല എരിവുണ്ട്, കളറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, സാധാരണ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വറുക്കാനായിട്ട് ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയൊരു മണം, നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. ആ ഒരു കറി നന്നായിട്ടൊന്ന് ഈ തേങ്ങ വറുത്തിരിക്കുന്ന സമയത്ത് നല്ലോണം അരച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നെത്തോലി മീൻ വെച്ചിട്ടുള്ളൊരു അവിയൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. നെത്തോലി മീൻ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുള്ള് മാറ്റിയിട്ടില്ല, മുള്ളോട് കൂടിയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് 2 തക്കാളിയും, 2 തൊണ്ടൻ മുളകും, 2 സാധാരണ മുളകും ഇത്രയും കൂടെ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങയും, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ജീരകം ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സാധാരണ ജീരകം ചേർക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇത് വാളംപുളിയാണ് കേട്ടോ. അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് അതും കൂടെ ഇതിലേക്ക് കുറച്ച് മതിയാകും. അതും കൂടെ നമുക്ക് ഇതിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇവിടെ ഏകദേശമൊക്കെ ഒന്നായി വരുന്നുണ്ട്. അപ്പോൾ അത് വെള്ളമൊന്നും അധികം വറ്റിയിട്ടില്ല, ഒന്ന് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചെടുക്കാം. ഒത്തിരി ഇളക്കല്ലേ, മീൻ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അത് ആ ഒരു തേങ്ങ നമ്മൾ വറുത്ത് വെച്ചേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടിരുന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത്. ആ ഒരു കൂട്ട് നമുക്കിനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്ന ഒരു മൺചട്ടിയിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ സാധാരണ കറി വയ്ക്കുന്ന ഒരു ചട്ടിയാണ്. അതിലേക്ക് കുറച്ച് കുടംപുളിയും, പിന്നെ 2-3 തൊണ്ടൻ മുളകും, 2 സാധാരണ മുളകും, ചെറിയ 2 തക്കാളിയും, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിക്ക് പകരമായിട്ട് വാളംപുളി എടുത്താലും മതി. നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്ത് കൂടുതലും വാളംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ ഈ വറുത്തരച്ച കറികൾക്കൊക്കെ കുടംപുളി ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ആ ഒരു കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിട്ട് ഇത് ആ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നന്നായിട്ടിത് തിളച്ച് ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ നെത്തോലി അവിയൽ ഇത് അവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലങ്ങനെ പച്ച വെളിച്ചെണ്ണ താളിച്ചൊന്നും ഒഴിക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും, കുറച്ച് പെരിഞ്ചീരകപ്പൊടി, ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു മസാല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും, കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ഫിഷ് മാരിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു മസാലയ്ക്ക് അതിൽ പിടിച്ചു കിട്ടും മീൻ. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ മീൻ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മീനിനും നമ്മൾ ഓരോ രീതിയിലാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാ മീൻ കറിക്കും നമ്മൾ ഈ ഒരു മസാല ചിലപ്പോൾ ഇട്ടാൽ അതൊരു ശരിയാകണമെന്നില്ല. എങ്കിലും ഒരുവിധം നമുക്ക് ചെയ്യാം. ഓരോ മീൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇടുന്ന സാധനങ്ങളുടെയും ഇതിൻ്റെ കളവൊക്കെ കാര്യങ്ങളൊക്കെ വ്യത്യാസം കാണും.
ഇനി നമുക്ക് തോരൻ വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബീട്രൂട്ട് തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ വറുത്ത ഒരു കടായി ഇടുന്നു, എന്നിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ച് പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ടും സവാള അരിഞ്ഞതും കൂടെയാണ്, കറിവേപ്പില ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അടച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം. നമ്മൾ അയൺ കടായിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യരുത്. ആ ഒരു എല്ലാ ഫുഡിൻ്റെ കളർ ഫുള്ളായിട്ട് ഞങ്ങൾ മാറിപ്പോകും. അതുപോലെ തന്നെ അതൊരു കറക്റ്റ് ഒരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടൂല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് ആ ഒരു അരപ്പൊക്കെ ചേർത്ത് ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. അതേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഓയിൽ ഒഴിച്ചിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് മസാലയ്ക്ക് ഏകദേശം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ തിരിച്ചിടാൻ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ ഒരു സൈഡ് മറിച്ചിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആ ഒരു ടൈമിൽ ചേർത്തിടണം. അപ്പോൾ ആ ചട്ടിയിൽ അടിയിലോട്ട് പിടിക്കാൻ നല്ല എളുപ്പത്തിനിങ്ങനെ ഇളകി കിട്ടും. അതിനോട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് കുക്കായ മാത്രമേ ഇങ്ങനെ അയൺ പാനിൽ നിന്നൊക്കെ വിട്ട് വരുള്ളൂ. മീൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല മട്ടയരി ചോറും നമ്മൾ സ്ലോ കുക്കിങ്ങിൽ ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുത്താണ്, മൺകലത്തിൽ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും നെത്തോലി അവിയലും തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻകറി. അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.